കുളിച്ച് ശുദ്ധമായി വന്നാൽ ദൈവത്തെ കാണാം. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പല്ല് തേച്ച് കുളിച്ച് ശുദ്ധമായി വന്നാൽ ദൈവത്തെ കാണാം എന്ന്. നന്നായി പല്ല് തേക്കാനോ കുളിക്കാനോ പോലും അറിയാത്ത ഒരു പറ്റം ആളുകൾ അന്നുണ്ടായിരുന്നു. ഗുരുദേവൻ പറഞ്ഞതനുസരിച്ച് പല്ല് തേച്ച് കുളിച്ചു വന്നപ്പോൾ പുറമേയുള്ള ശരീരശുദ്ധിയായി. അതോടെ ശരീരത്തിൽ നിന്നുള്ള ദുർഗന്ധവും അകന്നു. അങ്ങനെ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നായി. നമ്മുടെ വൃത്തിയില്ലായ്മയാണ് ഒരു കാലത്ത് അയിത്തമായി ഒരു വിഭാഗം ആളുകളെ എല്ലാറ്റിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നത്. സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ. മദ്യത്തിൻ്റെയും ശവക്കറിയുടെയും പുകയിലയുടെയും സിഗരറ്റിൻ്റെയും വിയർപ്പിൻ്റെയും ഒക്കെ ദുർഗന്ധമായി ഒരാൾ അടുത്തു വന്നാൽ എത്ര നേരം നമുക്ക് അവരോടൊപ്പം ചിലവഴിക്കാൻ സാധിക്കും? കുറച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ നമ്മൾ സ്വയം അവിടെ നിന്നും മാറിപ്പോകും, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തേണ്ടതായി വരും. ഇത് തന്നെയല്ലേ അയിത്തവും? എന്നാൽ ശുദ്ധമാകുക എന്നതുകൊണ്ട് ഗുരുദേവൻ അർത്ഥമാക്കിയത് നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി എല്ലാം പോയി മനസ്സും ബുദ്ധിയും ഒന്നായി മാറുന്ന ഒരവസ്ഥയാണ്. അതിനു വേണ്ടിയാണ് പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും അനുഷ്ഠിക്കാൻ ഗുരുദേവൻ നമ്മോട് പറഞ്ഞത്. അതൊരു തപസ്സാണ്. കഠിന പ്രയത്നം ആവശ്യമാണ്. കാരണം ഇന്ദ്രിയ നിയന്ത്രണം വരുത്തണം. ഇവിടെയാണ് SMS മെഡിറ്റേഷന്റെ പ്രാധാന്യം. ജന്മങ്ങളോളം വേണ്ടിവരുന്ന കഠിന തപസ്സിനെ ഏറ്റവും ലളിതമാക്കി തന്ന് മനസ്സും ശരീരവും പരിശുദ്ധമാകാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് SMS മെഡിറ്റേഷൻ. ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി വന്നാൽ നമുക്ക് സൂക്ഷ്മ ലോകങ്ങൾ അനുഭവിച്ചറിയാനും ദൈവത്തെ കാണാനും അറിയാനും സാധിക്കും. SMS മെഡിറ്റേഷനിലൂടെ ദർശനഭാഗ്യം ഓരോരുത്തർക്കും ലഭിക്കുന്നു. ഇങ്ങനെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള വിദ്യയാണ് ക്ഷേത്രങ്ങളിൽ അഭ്യസിപ്പിക്കേണ്ടത്. ആത്മവിദ്യ അഭ്യസിക്കുന്നതിലൂടെ കൊന്നു തിന്ന് കള്ളും കുടിച്ച് മോഷണവും വ്യഭിചാരവും ചെയ്ത് ശൂദ്രന്മാരായി ജീവിച്ച നമ്മളിൽ മാറ്റങ്ങൾ വന്ന് പടിപടിയായി നമ്മൾ ഉയർന്ന തലത്തിലേക്ക് എത്തപ്പെടും. ആ യാത്രയിൽ നമുക്ക് ബ്രഹ്മം എന്താണെന്ന് അനുഭവിച്ചറിയാനും സാധിക്കും. അങ്ങനെ കർമ്മം കൊണ്ട് ബ്രാഹ്മണനായി മാറി ഈ ജന്മം സഫലമാക്കാൻ സാധിക്കും. നാം ശുദ്ധമാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നു. കുടുംബത്തിൽ നിന്നും സമൂഹത്തിലേക്കും അവിടെ നിന്നും ലോകം മുഴുവനും ഈ മാറ്റങ്ങൾ പ്രതിഫലിക്കും.